യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മുൻ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ സംഘം മർദ്ദിച്ച കേസിൽ തിരിച്ചറിയൽ പരേഡ് പൂർത്തിയായി. മർദ്ദനത്തിനിരയായ എ.ഡി. തോമസ്, അജയ് ജുവൽ കുര്യാക്കോസ്, ഒന്നാം സാക്ഷി ജോജി എന്നിവർ പ്രതികളെ തിരിച്ചറിഞ്ഞു. ലാത്തി സറണ്ടർ ചെയ്തെന്ന പ്രതിഭാഗത്തിന്റെ വാദം കള്ളമെന്ന് എ.ഡി. തോമസ് എം.എൽ.എ. പറഞ്ഞു. ഇന്ന് SIT അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മുൻപാകെ പ്രതികളും ഹാജരായിരുന്നു. അപ്പോൾ പ്രതികളെ അറിയാൻ വേണ്ടിയാണ് ഇന്ന് ഞങ്ങളെ ഇവിടേക്ക് വിളിച്ചത്. ഞങ്ങൾ രണ്ടുപേരും അതോടൊപ്പം തന്നെ ഈ കേസിലെ സാക്ഷിയായിരുന്ന ജോജി മോനും ഞങ്ങൾ 3 പേരും ഈ 5 പ്രതികളെയും തിരിച്ചറിഞ്ഞു. അതാണെന്ന് പ്രധാനമായും നടന്നത്. അത് പ്രതിഭാഗം പറയുന്നത് നിരന്തരമായി കള്ളമാണ്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇവർ നിരന്തരം കള്ളം പറഞ്ഞുകൊണ്ട് ഇത് മറ്റൊരു തലത്തിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുകയാണ്. പിന്നെ കോടതി പെരുമാറിയതും നമ്മളെല്ലാവരും കണ്ടതല്ലേ. അപ്പോൾ ഇത് പൂർണ്ണമായും അട്ടിമറിക്കാനുള്ളൊരു ശ്രമം പ്രതിഭാഗത്തിൻ്റെ ഭാഗത്തു നിന്നും കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. അതേസമയം പ്രതികളുടെ 2ാം ദിവസത്തെ ചോദ്യം ചെയ്യലും പൂർത്തിയായിട്ടുണ്ട്. അശ്വിൻ പാലാഴി ആലപ്പുഴയിൽ നിന്ന് ചേരുന്ന കൂടുതൽ വിവരങ്ങളുമായി. അശ്വിൻ, ഇതിപ്പോൾ തിരിച്ചറിയൽ പരേഡ് പൂർത്തിയായിട്ടുണ്ട്, ഇന്നത്തെ ചോദ്യം ചെയ്യലും പൂർത്തിയായിട്ടുണ്ട്. അപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തേണ്ടതില്ല എന്നാണോ അന്വേഷണ സംഘത്തിന്റെ തീരുമാനം? ഈ ചോദ്യം ചെയ്യൽ അത് നാളെയും ഉണ്ടാകുമോ? പ്രജിൻ, അമൃത, കോടതി അനുവദിച്ച ചോദ്യം ചെയ്യലിനുള്ള 3 ദിവസം നാളെ കൂടിയുണ്ട്. നാളെ കൂടി SITയുടെ കസ്റ്റഡിയിൽ പ്രതികൾ ഉണ്ടാകും. അതായത് ചോദ്യം ചെയ്യൽ സമയത്ത് മാത്രമാണ് പ്രതികളെ കസ്റ്റഡിയിൽ വെക്കാൻ അനുമതിയുള്ളത്. എന്തായാലും 2 ദിവസത്തെ ചോദ്യം ചെയ്യൽ പൂർത്തിയായതിൽ ഇന്നലെ പൂർണ്ണമായും ചോദ്യം ചെയ്യലും ഇന്ന് തിരിച്ചറിയൽ പരേഡും ചോദ്യം ചെയ്യലുമാണ് നടന്നത്. ഇന്നലെ പ്രതികളെ ഒറ്റയ്ക്കിരുത്തിയാണ് ചോദ്യം ചെയ്തതെങ്കിൽ ഇന്ന് 5 പേരെയും ഒരുമിച്ചിരുത്തിയുള്ള ചോദ്യം ചെയ്യൽ പകുതിയായപ്പോഴേക്കാണ് ഈ സാക്ഷികളെയും ഒപ്പം ഈ കേസിൽ പരാതിക്കാരായ മർദ്ദനമേറ്റ ആളുകളെയും എത്തിച്ച് പ്രതികളെ തിരിച്ചറിയാനുള്ള തിരിച്ചറിയൽ പരേഡ് നടത്തിയത്. പ്രതികളെ 5 പേരെയും ഇവർ തിരിച്ചറിഞ്ഞു. എന്തൊക്കെയാണ് അവിടെ സംഭവിച്ചത് എന്ന് ഒരിക്കൽ കൂടി പ്രതികളുടെ കൂടി മുമ്പിൽ വെച്ച ഈ പരാതിക്കാരോട് SIT ചോദിച്ചു. അതിനും മറുപടി കിട്ടിയിട്ടുണ്ട്. പ്രതികൾ എന്തായാലും അത് നിഷേധിക്കുകയോ അതിന് എന്തെങ്കിലും മറുപടി പറയുകയോ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഇന്ന് അറിയാൻ കഴിഞ്ഞത്. ഇനിയിപ്പോൾ ഇതിന്റെ നടപടിക്രമങ്ങളായി മുന്നോട്ടുള്ളത് അത് തെളിവെടുപ്പാണ്. പ്രതികളെ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുക്കേണ്ടതുണ്ട്. അത് നടപടിക്രമങ്ങളുടെ ഭാഗമാണ്. നിലവിൽ വലിയ സുരക്ഷാ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതാണ് സ്പെഷ്യൽ ബ്രാഞ്ചും ഇന്റലിജൻസുമൊക്കെ SITക്ക് നൽകിയിരിക്കുന്ന റിപ്പോർട്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ അധിക പോലീസിന്റെ സുരക്ഷയോടുകൂടി മാത്രമേ തെളിവെടുപ്പിന് പ്രതികളെ സ്ഥലത്തെത്തിക്കാൻ കഴിയുകയുള്ളൂ. ആലപ്പുഴ ജനറൽ ആശുപത്രിക്ക് സമീപമാണ് തെളിവെടുപ്പ് നടത്തേണ്ടതും അവിടെയാണ് ഈ മർദ്ദനം നടന്നതും. ഒരുപക്ഷെ നാളെ അവസാന ദിവസമാണ്. നാളെ പ്രതികളെ അവിടേക്ക് എത്തിച്ചുള്ളൊരു തെളിവെടുപ്പിന് SIT മുതിരും. അത് ഇല്ലാതിരിക്കാനുള്ള സാധ്യതകളില്ല. എന്തായാലും അറസ്റ്റ് നടപടി അതും ഒഴിവാക്കാൻ കഴിയില്ല. നാളെ അവസാന ദിവസമായ നാളെ അറസ്റ്റ് ചെയ്ത് ഇവരെ ജാമ്യത്തിൽ വിട്ടയക്കാനാണ് സാധ്യത. അറസ്റ്റ് ചെയ്താൽ തന്നെ 1 ലക്ഷം രൂപയുടെ ബോണ്ടിലും 2 ആൾ ജാമ്യത്തിലും പ്രതികളെ വിട്ടയക്കണമെന്നുള്ളതാണ് കോടതി നിബന്ധന. അതുകൂടി പൂർത്തിയാക്കിയായിരിക്കും നാളെ ഈ ചോദ്യം ചെയ്യൽ നടപടികൾ അവസാനിക്കുക. പ്രജിൻ, അമൃത. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.